സ്വാശ്രയ കോളേജുകളിലെ യോഗ്യതയില്ലാത്ത അധ്യാപക നിയമനങ്ങളിൽ ഇടപെട്ട് രാജ്ഭവൻ. ചട്ടവിരുദ്ധമായ നിയമനങ്ങൾ കർശനമായി തടയണമെന്ന് വിസിമാർക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നിർദ്ദേശം. UGC ചട്ടം അനുസരിച്ച് യോഗ്യതയുള്ളവരെ മാത്രമേ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലും അഫിലിയേറ്റഡ് സ്വാശ്രയ കോളേജുകളിലും നിയമിക്കാവൂ എന്നും വിസിമാർക്ക് നിർദ്ദേശം നൽകി. UGC ചട്ടം അനുസരിച്ച് യോഗ്യതയുള്ളവരെ മാത്രമേ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലും അഫിലിയേറ്റഡ് സ്വാശ്രയ കോളേജുകളിലും അധ്യാപകരായി നിയമിക്കാൻ പാടുള്ളൂവെന്ന കർശന നിർദ്ദേശമാണ് നടപ്പാക്കാൻ ഗവർണർ സർവകലാശാല വിസിമാരോട് അറിയിച്ചിട്ടുള്ളത്. UGC ചട്ടപ്രകാരം അധ്യാപകർക്ക് നെറ്റ് അല്ലെങ്കിൽ PhD ആണ് മിനിമം യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ സ്വാശ്രയ കോളേജുകളിലും എയ്ഡഡ് കോളേജുകൾ നടത്തുന്ന സ്വാശ്രയ കോഴ്സ് അധ്യാപക നിയമനങ്ങൾക്കും UGC യോഗ്യത നിലവിൽ പാലിക്കുന്നില്ല. ഇത് സംബന്ധിച്ച നിർദ്ദേശം രാജ്ഭവനിൽ നിന്ന് എല്ലാ സർവകലാശാലകൾക്കും ലഭിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ നിർണായക ഇടപെടൽ. യോഗ്യതയില്ലാത്ത ഒരു അധ്യാപിക മൂല്യനിർണ്ണയം നടത്തിയതിനെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനി പരാജയപ്പെട്ടത് സംബന്ധിച്ച പരാതി സർവകലാശാല ചട്ടപ്രകാരം ഗവർണർ നേരിട്ട് ഹിയറിംഗ് നടത്തിയപ്പോഴാണ് യോഗ്യതയില്ലാത്ത അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയത് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് എല്ലാ സർവകലാശാലകൾക്കും യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കുവാൻ നിർദ്ദേശം നൽകിയത്. അധ്യാപകരുടെ പേരും യോഗ്യതകളും കോളേജുകളുടെ പോർട്ടലുകളിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നും ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.